അപ്പോൾ നമ്മളെ വണ്ടി സർവീസിന് കൊടുത്തു. സർവീസിനല്ല, ക്ലെയിമിൻ്റെ പാർട്സ് വന്നിട്ട് പാർട്സ് ക്ലെയിം ചെയ്യാൻ നമ്മൾ കൊടുത്തു. ഏകദേശം 1 വീക്ക് കൊണ്ട് 3 ദിവസം കൊണ്ട് തരാമെന്ന് പറഞ്ഞ ക്ലെയിമാണ്. ഇപ്പം ഏകദേശം അവർ പറയുന്നത് 9-ാം തീയതി പാർട്സ് എത്തുള്ളൂ, ബാക്കി ചെയ്യണം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നിങ്ങൾ ഇൻട്രോ കണ്ട പോലെ നമ്മുടെ TVS Apache RTX 300 നമ്മൾ ക്ലെയിമിന് കയറ്റി. സോ ക്ലെയിമിന് കയറ്റിയ കഥകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏകദേശം 3 ആഴ്ചയോളം വണ്ടി എടുത്തിട്ടുണ്ട് ഇൻസ്പെക്ഷന് വേണ്ടി മാത്രം. 3 ആഴ്ച ടൈം. എന്നോട് അവർ പറഞ്ഞിരുന്നത് വണ്ടി ഊരി നോക്കിയാലേ എന്തൊക്കെ പാർട്സ് എക്സ്ട്രാ നമുക്ക് ക്ലെയിമിന് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ ഊരാൻ ടൈം എടുക്കും എന്ന് പറഞ്ഞിട്ടാണ് വണ്ടി അവിടെ വെച്ചത്. പക്ഷെ അവർ അവസാനം വരെ ഊരിയത് ആകെ ഒറ്റ പാട്ടാണ്, മറുകാട്. വേറെ ഒരു സാധനം അവർ ഊരിയിട്ടില്ല നമുക്ക് മനസ്സിലായി. എന്തായാലും നമ്മൾ അവർ അത്യാവശ്യം ക്ലെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തു. പാർട്സിന് നമ്മൾ അവർ ബില്ല് ചെയ്യാൻ കൊടുത്തു. കാര്യങ്ങളൊക്കെ സെറ്റായി. പാർട്സ് വന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. പാർട്സ് വന്നത് എനിക്ക് തോന്നുന്നു പാർട്സ് വേഗം എത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് അധികം ടൈം എടുത്തില്ലെന്ന് തോന്നുന്നു. ഒരാഴ്ച 1.5 ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ പാർട്സ് എത്തിയിട്ടുണ്ട്. എല്ലാ പാർട്സും കൂടി എത്തി എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. ശരി, ഞാൻ കൊണ്ടു കൊടുത്തു. എൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഞാൻ വണ്ടി അവിടെ എത്തിച്ചു. പിറ്റേ ദിവസം തന്നെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രത്യേകം അവരോട് ചോദിച്ചൊരു കാര്യമാണ്, വണ്ടി അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കിട്ടില്ല. കാരണം എന്നോട് പറഞ്ഞത് വെറും 3 ദിവസമാണ് അവർ പറഞ്ഞത്. ശരിയെന്ന് പറഞ്ഞു. അതിനുശേഷം അവർ പറയുന്ന ഒരു എക്സ്ട്രാ കാര്യം എന്താണെന്നറിയോ? വണ്ടി ഊരി നോക്കിയാലാണ് ഇനി എക്സ്ട്രാ പാർട്സ് എന്തെങ്കിലും വേണ്ടി വരുമോ എന്നുള്ളത്. അപ്പോൾ എക്സ്ട്രാ പാർട്സ് എന്തെങ്കിലും വേണ്ടി വരുമോ എന്ന് അപ്പോൾ അവർ ആദ്യം ഊരിയിട്ടില്ലേ വണ്ടി. അപ്പോൾ ഊരാൻ വേണ്ടിയിട്ടാണ് അവർ ഏകദേശം 3 ആഴ്ച അവിടെ ക്ലെയിം പീരീഡ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വണ്ടി, അതായത് ഇൻസ്പെക്ഷൻ്റെ ടീം വരണം എന്ന് പറഞ്ഞിട്ട് 3 ആഴ്ച വണ്ടി അവിടെ വാങ്ങിച്ചത്. പുറത്തുള്ള പാർട്സിൻ്റെ കംപ്ലയിൻറ്റ്സ് പറയാൻ വേണ്ടിയിട്ട് 3 ആഴ്ചൻ്റെ ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. പുറത്തുള്ള പാർട്സ് എന്തൊക്കെയാണ് മാറ്റാന്നുള്ളത് എനിക്ക് നോക്കിയാൽ മനസ്സിലാവൂലേ? ചേസിന് ബെൻഡില്ല എന്ന് അവർ പറഞ്ഞു. അത് ഊരി നോക്കാതെ അവർക്ക് പറയാൻ പറ്റില്ല എന്ന് അവർ അന്നേ പറഞ്ഞതാണ്. അവർ എനിക്ക് വണ്ടി തിരിച്ചു തരുന്ന സമയത്ത് എന്നോട് പറഞ്ഞത് ചേസിന് ബെൻഡില്ല, ബാക്കിയെല്ലാ പാർട്സും നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ അവർ ഊരി നോക്കിയിട്ടില്ല. ഈ ഊരി നോക്കാതെ എന്തിനാണ് ഈ 3 ആഴ്ച TVS വണ്ടി അവിടെ ഇൻസ്പെക്ഷന് വേണ്ടി പിടിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒന്ന്, വലിപ്പീരാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന കസ്റ്റമേഴ്സിനെ വലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ മെയിൻ പരിപാടിയാണ്. എനിക്ക് റിട്ടേൺ തരാമെന്ന് വണ്ടി പറഞ്ഞത് നാളെയാണെങ്കിൽ ഞാൻ പിറ്റേ ദിവസം അവിടെ എത്തി. അപ്പോൾ എന്നോട് പറഞ്ഞത് വണ്ടി ഇന്ന് തരാൻ പറ്റില്ല, മഴ ആയതുകൊണ്ട് അവിടെ ഓടിച്ചു നോക്കാൻ ആളില്ല. അപ്പോൾ ഓടിച്ചു നോക്കിയിട്ടില്ല, ഒരു ഒഴിഞ്ഞ മാത്രമാണ് മെക്കാനിക്കിന് എക്സ്ട്രാ പൈസ ഒന്നും കിട്ടാത്തതുകൊണ്ട് അവർ ഇതിന് പുറകെ നിൽക്കില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. നമ്മുടെ കൺസേൺ ആണോ അത്? കസ്റ്റമർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ? അവർക്ക് പൈസ കിട്ടുന്നില്ല, അവർക്ക് മാസം സാലറി കൊടുക്കുന്നില്ലേ? അവർക്ക് എക്സ്ട്രാ പൈസ ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കസ്റ്റമേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇവർ ഈ ഒരു സെയിൽസിലൂടെ അല്ലെങ്കിൽ ഒരു ഡീലർഷിപ്പിനെ റെപ്രസെന്റ് ചെയ്ത് അവിടെ ഒരു സർവീസിൽ നിൽക്കുന്ന സമയത്ത് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താ? ശരി, ഇപ്പോൾ എല്ലാം മനസ്സിലാക്കാം. അപ്പോൾ വണ്ടി കൊടുത്തു. ഇപ്പം അവർ പറയുന്നത് ഏകദേശം 5 പാർട്സും കൂടി എക്സ്ട്രാ മാറ്റണം. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ വണ്ടി ഊരിയിട്ടില്ലേ? ഇല്ല, ഞങ്ങൾ അന്ന് ഊരിയിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഊരാതെ നിങ്ങൾ എന്തിനാണ് ഈ 3 ആഴ്ച അവിടെ കീപ്പ് ചെയ്ത വണ്ടി? ഇൻസ്പെക്ഷൻ എടുത്ത ടൈം എന്തിനാ? ഊരാത്ത വണ്ടിക്ക് വേണ്ടി എന്തിനു നിങ്ങൾ 3 ആഴ്ചൻ്റെ സമയം കളഞ്ഞു എന്ന് ഞാൻ ചോദിച്ചു. കാരണം എന്താ, പിന്നെ പിറ്റേ ദിവസം 2 ദിവസം കൊണ്ട് എന്തായാലും ഇൻസ്പെക്ഷൻ ടീം വരും. 3-ാമത്തെ ദിവസം ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് 4-ാം ദിവസം ബില്ലിന് അയച്ച് 5-ാം ദിവസം എനിക്ക് വണ്ടി തരാം. മാക്സിമം പോയാൽ 5 ദിവസം പോട്ടെ, ഒരാഴ്ചയും കൂട്ടാം. എന്തിനാണ് 3 ആഴ്ച വണ്ടി അവിടെ കീപ്പ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവർ ഞഞ്ഞാവിഞ്ഞ വർത്താനാണ് പറയുന്നത് TVS-കാർ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്, ക്ലെയിമിന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സർവീസുകാർ പറയുന്ന കാര്യങ്ങൾ കേട്ട് വിശ്വസിച്ച് നിൽക്കരുത്. നിങ്ങൾ അതിനുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം എന്താണെന്ന് പറയുന്നത് വെച്ചാൽ എക്സ്ട്രാ പണി വരും. ഇപ്പം എനിക്ക് വന്ന പണി ഇതാണ്. എനിക്ക് ഒരാഴ്ചനെ കൊണ്ട് വണ്ടി തരാമെന്ന് ഞാൻ മുകളിലേക്ക് വിളിപ്പിച്ചു. അതായത് പ്രിൻസ് മോട്ടോഴ്സിന്റെ ഹെഡിനെ വിളിച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി അത് നല്ല രീതിയിൽ തന്നെ ഡീലാക്കി തന്നു. ഒരാഴ്ചനെ കൊണ്ട് വണ്ടി തരാമെന്നും പറഞ്ഞു. പക്ഷേ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഈ അവരെന്തായാലും വിളിച്ച് എന്തായാലും അവർ ഷൗട്ട് ചെയ്യുന്ന സമയത്ത് എന്താക്കി, നമുക്ക് വീണ്ടും അവർ പണി തരും, സർവീസുകാർ പണി തരും. പാർട്സ് മാറ്റാനുണ്ട്, എക്സ്ട്രാ പാർട്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇത് ഇത്ര ദിവസം കൊണ്ട് എത്തുള്ളൂ, അതുകൊണ്ട് വണ്ടി പെട്ടെന്ന് റിലീസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ അവിടെ വീണ്ടും ചെക്കായോ? സോ ദിസ് ഈസ് വാട്ട് ഹാപ്പനിങ്. സോ ഞാൻ പറയാണ്, നിങ്ങൾ സർവീസുകാരോടും കളിക്കേണ്ട, ഡീലർഷിപ്പിനോടും കളിക്കേണ്ട, ആരോടും കളിക്കേണ്ട. ഒരുവിധമൊക്കെ വിശ്വസിച്ച് നിൽക്കാന്നുള്ളൂ. അല്ലെങ്കിൽ നല്ല ഡീലർഷിപ്പ് കൊണ്ടുപോയിട്ട് വണ്ടി കൊടുക്കുക. പ്രിൻസ് മോട്ടോഴ്സ് എനിക്ക് എപ്പോഴും നല്ല ഡീലർഷിപ്പ് തന്നെയായിരുന്നു. പക്ഷേ എവിടെയോ സർവീസ് ടീംസിനെ കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ഡീലർഷിപ്പ് ഞാൻ ഡീറാങ്ക് ചെയ്യുള്ളൂ. സർവീസിൻ്റെ കാര്യത്തിലും സർവീസ് ടീമിൻ്റെ ബിഹേവിയർ കാരണം ഒരു എനിക്ക് തോന്നുന്നു ഭയങ്കര വേസ്റ്റ് ബിഹേവിയറാണ് സർവീസ് ടീമിൻ്റെത്. പറയാനില്ല. സെയിൽസ് ടീമിൻ്റെയും അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഭയങ്കര വേസ്റ്റ് ടീമാണ്. കാരണം നമ്പർ പ്ലേറ്റിന് കൊടുത്തിട്ട് സെയിൽസ്മാനെ വിളിച്ച് ഞാൻ നമ്പർ പ്ലേറ്റിൻ്റെ കാര്യം വിളിക്കും തോറും ആൾ ഫോൺ പോലും അറ്റൻഡ് ചെയ്യുന്നില്ല. ഏകദേശം 45 ദിവസം കഴിഞ്ഞു. നമ്പർ പ്ലേറ്റിന് കൊടുത്ത് 45 ദിവസം കഴിഞ്ഞു. ഇത് വേറെ എനിക്കൊരു രീതിയിലുള്ളൊരു വിവരം പോലും, ഒരു അപ്ഡേഷൻ പോലും അവർ തരും. നമ്മൾ വിളിച്ച് നോക്കാന്നില്ല, അവർക്ക് കാര്യമില്ല. വണ്ടി എടുക്കുന്നത് വരെയാണ് എല്ലാ ഡീലർഷിപ്പിലും വലിയ ശുഷ്കാന്തി. എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിട്ടേക്കുവാണ്. പിന്നെ അതിനുശേഷമുള്ള എന്ത് അപ്ഡേഷനും നമ്മൾ വിളിച്ചാലും അവർക്കൊരു വില എന്ന് പറഞ്ഞ ഒരു വാല്യൂ എന്ന് പറഞ്ഞ സാധനമില്ല. കാരണം നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്ക് അല്ല ഇനി ഒരു കസ്റ്റമർ അങ്ങോട്ട് വരുള്ളൂ, ആ ഡീലർഷിപ്പിലേക്ക് പോകുള്ളൂ. അത് അവർ ആലോചിക്കുന്നില്ല.
സീരിയസ്ലി ഞാൻ പറയുകയാണ്, നിങ്ങൾ വണ്ടി എടുക്കുന്ന പ്രിൻസ് മോട്ടോഴ്സ് പോവാം. ചില ആൾക്കാർ നല്ലതാണ്, അതിന്റെ മൊരാളി സൂപ്പറാണ്, പക്ക അതിന്റെ ഹെഡിലിരിക്കുന്ന ഒരുവിധം എല്ലാവരും സൂപ്പറാണ്, കാരണം നല്ല പക്ക സപ്പോർട്ട് തരുന്നുണ്ട്, പക്ക രീതി. പക്ഷെ സ്റ്റാഫ് എന്ന് പറയുന്ന ഒറ്റ കാര്യം കൊണ്ട് ഡീലർഷിപ്പ് ഡൗൺ ഗ്രേഡിലേക്ക് പോവുകയാണ്. സീരിയസ്ലി ഞാൻ പറയണം. സോ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഡീലർഷിപ്പ് നോക്കിയും കണ്ടുപിടിക്കുക. നമ്മൾ കോഴിക്കോട് പ്രിൻസ് മോട്ടോഴ്സിന്റെ AKB ഉണ്ട്. ഞാൻ AKBയിൽ ബേസ്ഡ് ബിഹേവിയർ ആണ്, അതായത് നമ്മുടെ സെയിൽസ്മാന്റെ ബേസ്ഡ് ബിഹേവിയർ കൊണ്ടാണ് ഞാൻ നേരെ പോയിട്ട് TVSൽ ഇവിടെ പോയത്, എവിടെ പ്രിൻസ് മോട്ടോഴ്സ് പോയത്. പക്ഷെ പ്രിൻസ് മോട്ടോഴ്സ് പോയപ്പോൾ സപ്പോർട്ടാണോ ചോദിച്ചാൽ സപ്പോർട്ടാണ്, പക്ഷെ പറയുമ്പോഴൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്, നമ്മൾ വിളിക്കുമ്പോഴും ഭയങ്കര സപ്പോർട്ടീവാണ്. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ അതിന്റെ വഴിക്ക് വിട്ടേക്കുക. പിന്നെ അതിലൊരു അപ്ഡേഷൻ ഒന്നുമില്ല. എനിക്കിപ്പോഴും ഒരു അപ്ഡേഷൻ വന്നിട്ടില്ല. ഞാൻ വിളിച്ചു ചോദിച്ചാൽ പോലും ഒരു അപ്ഡേഷൻ എനിക്ക് കിട്ടുന്നില്ല. നമ്പർ പ്ലേറ്റിന്റെ കാര്യത്തിന് വിളിച്ചാൽ ഫോൺ അറ്റൻഡ് ചെയ്യില്ല. നമ്മൾ നേരിട്ട് പോയി കണ്ടാൽ വിളിച്ച് ഇപ്പൊ തന്നെ തരാം, ഇപ്പൊ തന്നെ അപ്ഡേറ്റ് തരാം എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ അപ്ഡേറ്റും ഇല്ല, ഒന്നുമില്ല. ഇതാണ് അവസ്ഥ.